അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? ഇന്ന് ഈ സ്ക്രീനിൽ കാണിച്ചുള്ളത് സൂറത്തുൽ ഫത്ത്ഹ് ആണ് കേട്ടോ. സൂറത്തുൽ ഫത്ത്ഹിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സൂറത്തുൽ ഫത്ത്ഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം എന്നാണ് അർത്ഥം. അപ്പോൾ ഏതൊരു പരാജയപ്പെട്ട ആളും, എന്ത് വിഷമങ്ങൾ നേരിടുന്ന ഒരാളും, എന്ത് ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയും ഒക്കെ ഈ സൂറത്തുൽ ഫത്ത്ഹ് നമുക്ക് ഓതാവുന്നതാണ്. ഒരു പ്രാവശ്യം ഓതി, 2 പ്രാവശ്യം ഓതി ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്മാറരുത്. ഓതുന്ന നമ്മൾക്ക് ഒരുപാട് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഓതി, നമ്മൾ ഖിബ്ലക്ക് മുന്നിട്ടിട്ട് കൊണ്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം, ഏറ്റവും ഒരു മഗ്‌രിബിൻ്റെ ശേഷം അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം, ഇത് രണ്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ളുഹറിനോ അസറിനോ ഒക്കെ ആയിട്ട്, അതിൻ്റെ ശേഷമൊക്കെ ആയിട്ട് ഖിബ്ലക്ക് മുന്നിട്ടിരുന്നുകൊണ്ട്, ഖിബ്ലക്ക് മുന്നിടുക എന്ന് പറഞ്ഞത് ഫർളല്ല കേട്ടോ, നമുക്ക് സുന്നത്തായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ റബ്ബിനെ നേരിട്ടിട്ട് നമ്മൾ ചോദിക്കുകയാണ് നമ്മുടെ റബ്ബിനോട്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച നമ്മുടെ റബ്ബിനോട്. നമ്മൾ വേറെ ആരുടെ മുന്നിൽ നമ്മൾ പോയിട്ട് നമുക്ക് കൈനീട്ടി യാചിക്കേണ്ടുന്ന അവസ്ഥ അല്ലാഹു എത്തിക്കാതിരിക്കട്ടെ, ആർക്കും, എനിക്കും നിങ്ങൾക്കും ആർക്കും. അപ്പോൾ നമുക്ക് എന്തൊരു മുറാദ് ഹാസിലാവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് വിഷമിക്കുന്ന രോഗങ്ങളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ വേദന നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബിന് മാത്രമേ അറിയുള്ളൂ അല്ലേ. റബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാണ് അല്ലേ, ഉടമസ്ഥനാണ്. അപ്പോൾ ആ റബ്ബിനോട് നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് ചോദിക്കാം. അപ്പോൾ ഈ സൂറത്തുൽ ഫത്ത്ഹ് എന്ന് പറഞ്ഞാൽ വെറും 2 പേജ് മാത്രമുള്ള ഒരു സൂറത്താണ്. നമ്മുടെ യാസീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഖുർആനിൽ 511 പേജ് നമ്പറൊക്കെ ആയിട്ട് വരും. ഓതാത്തവർ ഇന്ന് മുതൽ ഓതി തുടങ്ങുക. ഒരു 21 വട്ടം ഓതാൻ സാധിച്ചാൽ, അത് ഒരാഴ്ച കൊണ്ടാവട്ടെ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടാവട്ടെ, നിങ്ങൾക്ക് 21 വട്ടം, ചുരുങ്ങിയത് ഒരു 21 വട്ടമോ അല്ലെങ്കിൽ 11 വട്ടമൊക്കെ ഓതിയിട്ട് ഒരുമിച്ച് ഓതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ദിവസം ഓരോന്ന് വെച്ച് അങ്ങനെ 21 ദിവസം കൊണ്ട് 21 പ്രാവശ്യം അങ്ങനെ ഓതി തീർക്കാം. ഓതുമ്പോൾ നമുക്ക് നിയ്യത്ത് ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ എന്ത് മുറാദ് ഹാസിലാകാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ നിസ്കാരത്തിന് ശേഷം ഖുർആൻ ഖിബ്ലക്ക് മുന്നിട്ട് ഔദും ബിസ്മിയും ചൊല്ലി തുടങ്ങിയതിന് ശേഷം നമ്മൾ ഈ സൂറത്തുൽ ഫത്ത്ഹ് ഓതുക. സൂറത്തുൽ ഫത്ത്ഹ് ഓതിയിട്ട് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുക. എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് വീട് പണി പൂർത്തീകരിച്ചിട്ടില്ല, കടങ്ങളുണ്ട്, ആ കടങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാണ്ട് നമ്മൾ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമുക്ക് മാറ്റിത്തരുമോ? നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരുമോ? ഇല്ലല്ലോ. അവരെയും നമ്മളെയും ആകാശം ഭൂമിയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ റബ്ബിനോടാണ്, നമ്മുടെ അള്ളാഹുവിനോടാണ് നമുക്ക് പറയാനുള്ളതല്ലേ. അപ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് തീർച്ചയായിട്ടും തരും, എനിക്കിതിനൊരു ഉത്തരം കാണും ഇൻഷാ അല്ലാഹ്. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഓതുക. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് ഓതി നിർത്തി, ഹേയ് എനിക്കിത് കിട്ടണില്ലല്ലോ ഫലം, അവിടെ ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് ഒഴിവാക്കി പോകാൻ പാടില്ല. നമുക്ക് അത്രയും അള്ളാഹുവിൽ വിശ്വാസം വേണം. എൻ്റെ റബ്ബ് എനിക്കിതിൽ നിന്നെല്ലാം നീക്കിത്തരും, എന്ത് പ്രയാസങ്ങളാണെങ്കിലും നീക്കിത്തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഖുർആൻ ഓതുക, സൂറത്തുൽ ഫത്ത്ഹ് ഓതുക. സൂറത്തുൽ ഫത്ത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ വിജയം എന്നാണ്. അപ്പോൾ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും. അള്ളാഹിൻ്റെ റസൂലിനെ സമാധാനിപ്പിച്ചു കൊണ്ടുള്ള ഒരു സൂറത്താണ് ഈ സൂറത്തുൽ ഫത്ത്ഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമാ. ഇങ്ങനെ പറയുന്ന ആയത്തുകളാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനുശേഷം 2 പേജ് അടക്കം സൂറത്തുണ്ട്. അങ്ങനെ ഒരു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ആയത്ത് തുടങ്ങുന്നുണ്ട്. ലാസ്റ്റത്തെ ഒരു 5-6 ആയത്ത്, ആ ആയത്ത് നമ്മൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഓതുകയാണെങ്കിലും അങ്ങനെയും പറ്റും. ഈ സൂറത്തിന് ശേഷം യാ ഫത്താഹ് യാ അല്ലാഹ് എന്നുള്ള അള്ളാഹിൻ്റെ ഇസ്മ, അതും കൂടെ നിങ്ങൾക്ക് പറ്റുന്നത് എത്രയാണോ, 99 119 അങ്ങനെയൊക്കെ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് ഓതുക. അതല്ലെങ്കിൽ സൂറത്തുൽ ഫത്ത്ഹ് മാത്രം ഓതിയാലും നമ്മുടെ റബ്ബ് സ്വീകരിക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് കടങ്ങൾ വീടാൻ യാതൊരു മാർഗവും കാണുന്നില്ല നമ്മുടെ കയ്യിൽ.
ഇതിനൊക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഒരു വഴി കാണും.